ഹലോ, അപ്പോൾ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഇത് എൻ്റെ സ്റ്റൈലിലെ ചിക്കൻ കറിയാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ കഴുകിയ ചിക്കൻ എടുത്ത് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലയും കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നന്നായി മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. മസാല നല്ലോണം ചിക്കനിലേക്ക് പിടിക്കാനാണ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതിനുശേഷം ഉരുളി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകവും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് അതിട്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർക്കണേ. അത് പകുതിയോളം വഴണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അത് ചേർത്ത് പിന്നെ ഒരു 3 പച്ചമുളക് ഞാൻ അവിടെ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഈ ഒരു പച്ചമുളകിന് എരിവ് കുറവാണ്, അതാണ് 3 ചേർക്കുന്നത്. ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ സൈഡിലേക്ക് മാറ്റി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പച്ചമുളക് ചതച്ചത് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഉള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കളറിന് കിട്ടും. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കുക. ഞാനൊരു ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കുക. പിന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഇറങ്ങും, എന്നാലും വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ. പിന്നെ അത് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ ഒരു 2 തക്കാളി ഒരു തക്കാളി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതങ്ങ് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ കറി വാങ്ങാനാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗരം മസാല, അതിൻ്റെ കൂടെ തന്നെ മല്ലിയില, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലോണം വെന്ത് വരുമ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ നനച്ചിട്ട് എടുക്കുമ്പോൾ നമ്മളെ ചിക്കൻ കറി ഇതുപോലെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.